ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മംഗളവാർത്ത കാലത്തിൽ പ്രധാനമായും അനുസ്മരിക്കപ്പെടുക ഈശോ മിശിഹായുടെ മനുഷ്യാവതാര രഹസ്യങ്ങളാണ്. നവംബർ മാസത്തിൽ 27-ാം തീയതി മുതൽ ഡിസംബർ മാസം 3-ാം തീയതി വരെയുള്ള ദിനങ്ങളിൽ വരുന്ന ഞായറാഴ്ചയാണ് മംഗളവാർത്താക്കാലം ആരംഭിക്കുക. ധനഹാകാലം വരെ, ധനഹായുടെ ആരംഭം വരെ ഏകദേശം 6 ആഴ്ചകളോളം മംഗളവാർത്താക്കാലം ഉണ്ടായിരിക്കും. മംഗളവാർത്താ കാലത്തിൽ സ്നാപകൻ്റെ ജനന വാർത്ത, മറിയത്തിന് ലഭിക്കുന്ന മംഗളവാർത്ത, സ്നാപകൻ്റെ ജനനം, രക്ഷകനായ ഈശോ മിശിഹായുടെ ജനനം എന്നിവ പ്രധാനമായും അനുസ്മരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ മറിയത്തിന് ലഭിക്കുന്ന മംഗളവാർത്തയും പരിശുദ്ധ മറിയത്തിന് ദൈവമാതാവ് എന്നുള്ള കാര്യങ്ങളും രക്ഷാകര പദ്ധതിയിൽ മറിയത്തിനുള്ള പങ്കും ഇവിടെ അനുസ്മരിക്കപ്പെടുകയാണ്. സീറോ മലബാർ സഭയിൽ മിശിഹായുടെ ജനനത്തിന് ഒരുക്കമായിട്ട് 25 നോമ്പ് നോക്കുക എന്നത് നേരത്തെ തന്നെ ഉള്ളതാണ്. ബസ്രായിലെ, അതായത് ഇന്നത്തെ സിറിയ, ബസ്രായിലെ ഗബ്രിയേൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്: ഏലിയ ശ്ലീവാക്കാലത്തും മൂശാക്കാലത്തിന് പകരം മംഗളവാർത്താക്കാലത്തും സന്യാസികൾ ഉപവസിക്കണമെന്ന് പറഞ്ഞു വെക്കുന്നു. നമ്മൾക്ക് 25 നോമ്പ് വളരെ ഭക്തിയോടുകൂടി ആചരിക്കുകയും നമ്മളെ തന്നെ എളിമപ്പെടുത്തുവാനും ഈശോയുടെ ഒത്ത് മുന്നേറുവാനും തക്കവിധം ദൈവമേ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്ന അനേകരുണ്ട്. ശരീരം മുഴുവൻ തളർന്നുപോയി. എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയാനുഗ്രഹത്താലും അനേകം മക്കളുടെ പ്രാർത്ഥനയാലും ആ മകൾക്ക് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കുവാൻ ഉള്ള കൃപ ദൈവം കൊടുത്തു. എന്നാൽ ജോലിക്ക് പോകാൻ സാധിക്കാതെ വിഷമിക്കുന്നു. അവരുടെ മകൾക്കും രോഗമുണ്ട്. ഭർത്താവിൻ്റെ മദ്യപാനശീലമുണ്ട്. അങ്ങനെ തളരുന്ന, വിഷമിക്കുന്ന ആ കുടുംബത്തിലേക്ക് ഉണ്ണീശോയെ നീ അവരുടെ ഹൃദയത്തിലും അവരുടെ ഭവനത്തിലും ഒന്ന് പിറക്കണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. ഈശോയെ അവരുടെ രോഗത്തിൽ ഒന്ന് ഇടപെട്ട് ആ കുടുംബം പൂർണ്ണമായും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ തക്കവിധം പരിശുദ്ധ അമ്മേ ആ മക്കൾക്ക് വേണ്ടി തൻ്റെ തിരുക്കുമാരസനിൽ പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിക്കുന്ന ഏവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ കൃപ സമർത്ഥമായി നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.